ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെഗുലേറ്ററി അഫെയർ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 7th സെമസ്റ്റർ ബി ഫാമില് ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 3 വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെഗുലേറ്ററി അഫെയർ. അതിന്റെ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫെയർ, റെഗുലേറ്ററി അതോറിറ്റി, റോൾസ് ഓഫ് റെഗുലേറ്ററി അഫെയർ ഡിപ്പാർട്ട്മെന്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലേറ്ററി അഫെയർ പേഴ്സണൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So this is the learning objective. By the end of the session, you will be able to understand, describe and write about the historical and role and responsibility of regulatory affair, as well as some details about the regulatory authority. So before starting the session, so this is the importance for the examination. So this is an 10-mark question, 5-mark question, as well as 2-mark question. Same thing about the regulatory affair. അതിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് വെൽ ആസ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. 2 പ്രാവശ്യം എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട്, ഒന്നിൽ തവണ 5-mark ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫെയർ. What are the responsibility of regulatory affair personnels, and write the role and responsibility of pharmaceutical regulatory affair professional. And as a 2-mark question, list out the responsibility of regulatory affair professional as well as define regulatory authority. So these are some of the questions from this session. So before starting, what is the regulatory affair as well as regulatory authority? What is the reason for this regulatory authority as well as regulatory affair? That is the historical aspects of regulatory affair. എന്തുകൊണ്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗിന് റെഗുലേഷൻ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് എന്താണ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ളതും എന്താണ് റെഗുലേറ്ററി അഫെയർ എന്നുള്ളതും മനസ്സിലാവും. So, unfortunately, all this regulatory affair, regulatory authority and quality assurance is not an intentional thing. അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഓക്കെ ആൾക്കാരെല്ലാരും നന്നാക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സാധനമല്ല. കുറേയധികം ട്രാജഡീസ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ കുറേയധികം റെഗുലേഷൻസുകളാണ്. റെഗുലേറ്ററി അതോറിറ്റി ആണെങ്കിലും റെഗുലേറ്ററി അഫെയർ ആണെങ്കിലും ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണെങ്കിലും നിങ്ങൾ 6th സെമസ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ക്വാളിറ്റി അഷുറൻസിന്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് സെയിം തന്നെയാണ് ഇവിടെയും അതിനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത് കുറേയധികം ട്രാജഡീസ് 1902 ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ട്രാജഡി എന്ന് പറയുന്നതാണ് ആന്റിടോക്സിൻ ഫോർ ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഡിസീസിനുള്ള ആന്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻ കൊടുത്ത സമയത്ത് ഏകദേശം 12ഓളം കുട്ടികൾ മരിക്കുകയുണ്ടായി. ബിക്കോസ് ഓഫ് ലൈവ് ടെറ്റനസ് ബാസിലസ് വെച്ച് കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യമായിരുന്നു. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഈ പറയുന്ന ബയോളജിക്കൽ പ്രിപ്പറേഷൻ ആണെങ്കിലും ഡ്രഗിനെ ഒന്നും കൺട്രോൾ ചെയ്യാനുള്ള ഒരു റെഗുലേറ്ററി ബോഡീസുകളോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സുകൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതിന്റെ പേരിലാണ്, ആ ഒരു ചെക്കിങ് ഇല്ലാത്തതിന്റെ പേരിലാണ് ആദ്യം ഒരു ട്രാജഡി ഉണ്ടാവുന്നത്. അപ്പോ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് പറയുന്ന സമയത്ത് യുഎസിനെയാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. ലേറ്റർ നമ്മൾ ഇന്ത്യൻ ആസ്പെക്ട്സിലോട്ട് അതിൽ വരും. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് ആദ്യമായിട്ടൊരു ബില്ല് പാസ്സാകുന്നത്. ബയോളജിക്കൽ കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്ലാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ബയോളജിക്കൽ പ്രൊഡക്റ്റിനൊക്കെ അതിന്റെ സ്ട്രെങ്ത്, പ്യൂരിറ്റി, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. റെഗുലേറ്ററി ഇൻസ്പെക്ഷൻ, റെഗുലേറ്ററി അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് അന്നൊരു റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഹെൽത്ത് സിസ്റ്റത്തിലുള്ള ഒരു സിസ്റ്റം മാത്രമായിരുന്നു അതിനെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു റെഗുലേഷൻ വന്നിട്ടുള്ളത്, ബയോളജിക്കൽ കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത്. 1902 ഡിഫ്തീരിയ ആന്റിടോക്സിൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് 12 കുട്ടികൾ മരിക്കാൻ കാരണമായതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റത്തെ ആക്ട് ആണ് ബയോളജിക്കൽ കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം 1906 രണ്ടാമതായിട്ട് ഒരു ആക്ട് വരുന്നത്, പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ് ആക്ട് എന്ന് പറയും. അപ്പോ ആദ്യ കാലങ്ങളിൽ ഫുഡ് ആണെങ്കിലും ഡ്രഗ് ആണെങ്കിലും അതിൽ അഡൾട്രേറ്റഡ് ആണോ അല്ലേന്നൊന്നും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബില്ലിന്റെ ഭാഗമായിട്ടാണ് ഈ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് പോലെയുള്ള പ്രൊഡക്ട്സുകളൊക്കെ സെല്ല് ചെയ്യുന്നത് ഇല്ലീഗൽ ആണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് പാസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് ഈ പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ് ആക്ട് എന്ന് പറയും. സോ അതിന് നിർബന്ധമായിട്ടും ഈ ഒരു ആക്ട് വന്നതിന് ശേഷമാണ് ഈ സെല്ല് ചെയ്യുന്ന സാധനങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു ലാബൽ ഉണ്ടാവണം എന്നുള്ളതും അതിൽ ട്രൂ ആയിട്ടുള്ള ഫാക്ട്സുകൾ ലാബിൽ ചെയ്യണം എന്നുള്ളതൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു
ഈ ഒരു സമയത്താണ് 1906. ആൻഡ് 1906 ഈ ആക്ട് ഒക്കെ വന്നതിന് ശേഷമാണ് യു എസിൽ ആദ്യമായിട്ട് ഒരു റെഗുലേറ്ററി അതോറിറ്റി വരുന്നത്. ഫസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് USFDA എന്ന് പറയുന്ന യു എസിലുള്ള ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ റെഗുലേറ്ററി അതോറിറ്റി വരുന്നത്. അത് യു എസിന്റെ ജൂറിസ്ഡിക്ഷനിൽ മാത്രം ആക്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അന്നത്തെ USFDA എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റർനാഷണലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് USFDA എന്ന് പറയുന്നത്. ഓക്കെ. അതിനുശേഷം 1935 ഏകദേശം 107 പീപ്പിൾ ഡൈ ആയുള്ള ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അതാണ് ഓറൽ സൾഫണമൈഡ് എലിക്സേഴ്സ് കൊടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ട്രാജഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു എലിക്സർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു സോൾവെന്റിലായിരുന്നു. ഇറ്റ്സ് ഹൈഡ്രോക്സി കോമ്പൗണ്ട് ആണ്. പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിനൊക്കെ പോലെ ഉള്ള വേറൊരു കോമ്പൗണ്ട് ആണ് ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. അതൊരു പോയ്സണസ് ആയിട്ടുള്ള സോൾവെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സോൾവെന്റിലായിരുന്നു ഈ എലിക്സർ ഓറൽ സൾഫണമൈഡ് സൾഫണമൈഡ് ആന്റിബയോട്ടിക് എലിക്സർ അത് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഈ ഒരു പോയ്സണസ് ആയിട്ടുള്ള സോൾവെന്റ് ഉണ്ടായതിന്റെ പേരിലാണ് ഈ ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പോ അതിനുശേഷമാണ് USFDA അണ്ടറിൽ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1938. ആ ഇയർ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് അല്ല. ബിക്കോസ് USലുള്ള DNC ആക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ ഇന്ത്യൻ സെനാരിയോയിലുള്ള DNC ആക്ട് അല്ല എന്ന് മനസ്സിലാക്കുക. USലാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1938 വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം കമ്പനികളെ പരിശോധിക്കാനൊന്നും ഒരു അതോറിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു ആക്ട് വന്നതിന് ശേഷമാണ് it is necessary for companies to prove that the product are made by them are safe before allowing them into the market, and also it made mandatory that the regulatory authority has to inspect the manufacturing facility. എവിടെയാണോ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ആ മാനുഫാക്ചർ ചെയ്യുന്ന ഫെസിലിറ്റി നിർബന്ധമായിട്ടും ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു ലോയും കൂടി വന്നത് ഈ DNC ആക്ടിന്റെ ഭാഗമായിട്ടാണ്. അത്രയും കാലം എവിടെ വേണമെങ്കിലും മാനുഫാക്ചർ ചെയ്യാം, ആ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് വേണം എന്നുള്ള ക്രൈറ്റീരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. DNC ആക്ട് വന്നതിന് ശേഷമാണ് ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ഇന്ന ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം, അതിന് ഇത്ര സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ. അപ്പോ അതാണ് DNC ആക്ട് 1938 വന്നത്. ദെൻ അവിടെയും തീർന്നില്ല, വീണ്ടും ഹിസ്റ്ററിയിലോട്ട് പോകുന്ന സമയത്ത് ഏകദേശം 1941 300 പീപ്പിൾ ഡൈ ചെയ്തിട്ടുള്ള ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അതാണ് സൾഫാതയസോൺ ടാബ്ലറ്റ്സുകൾ വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് ആൻഡ് സെഡേറ്റീവ് ഫിനോബാർബിറ്റോൾ. ഫിനോബാർബിറ്റോൾ എന്ന് പറയുന്ന സെഡേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന, ഉറങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആന്റി ആങ്സൈറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആന്റി എപ്പിലെപ്റ്റിക് പർപ്പസിനും വേണ്ടി ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനോബാർബിറ്റോൺ എന്ന് പറയുന്ന ഈ ഡ്രഗ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സൾഫാതയസോൾ ടാബ്ലറ്റ്സ്. അഗൈൻ സൾഫാതയസോൾ എന്ന് പറയുന്നത് ഒരു സൾഫണമൈഡ് ഡ്രഗ് ആണെന്നാണ് എന്റെ അറിവ്, അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് റെഫർ ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു ട്രാജഡിയും കൂടി വന്നതിന് ശേഷമാണ് USൽ റെഗുലേറ്ററി കൺട്രോൾ പബ്ലിക് ഹെൽത്ത് സർവീസിന്റെ ഭാഗമായിട്ട് ഒരു ആക്ട്, പബ്ലിക് ഹെൽത്ത് സർവീസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള 1944 അങ്ങനെ ഒരു ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബയോളജിക്കൽ പ്രിപ്പറേഷൻ, ബയോളജിക്കൽ പ്രൊഡക്ട്സിനൊക്കെ ഫർദർ ആയിട്ട് അവർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ റെഗുലേഷൻ പ്രകാരം മാനുഫാക്ചറിങ്ങും ക്വാളിറ്റി കൺട്രോളും ഒക്കെ മാൻഡേറ്ററി ആക്കി എന്നുള്ളതാണ്. മാൻഡേറ്ററി ആക്കിയെന്ന് മാത്രമല്ല, ക്വാളിറ്റി കൺട്രോളിന്റെ സ്റ്റാൻഡേർഡ് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം FDA അപ്രൂവൽ കിട്ടുക എന്നുള്ള രീതിയിലോട്ട് ഈ ഒരു റെഗുലേഷൻ വന്നു. ഓക്കെ. അതാണ് അടുത്ത ഒരു ട്രാജഡി എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഡിഫറെന്റ് ബാച്ച് ഓഫ് മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത് ഓരോ ബാച്ചിനും ഇറ്റ് ഹാസ് ടു ബി സർട്ടിഫൈഡ്. ഓരോ ബാച്ച് ഇപ്പോ സൾഫാതയസോൾ ടാബ്ലറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ സൾഫാതയസോൾ ടാബ്ലറ്റ്സ് ജനുവരിയിൽ ഒരു ബാച്ച് മാനുഫാക്ചർ ചെയ്യാണ്, ഫെബ്രുവരിയിൽ ഒരു ബാച്ച് മാനുഫാക്ചർ ചെയ്യാണ്. അങ്ങനെ ഡിഫറെന്റ് മന്തിലാണ് ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കൽ അപ്രൂവൽ കിട്ടിയാൽ പോരാ, ഓരോ ബാച്ച് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും അതിന്റെ സർട്ടിഫിക്കറ്റ്സ് അപ്രൂവൽ അല്ലെങ്കിൽ അതിന്റെ അപ്രൂവൽ കിട്ടിയിട്ട് മാത്രമേ അത് മാർക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ ബയോളജിക്കൽ പ്രിപ്പറേഷൻസ് ലൈക്ക് ഇൻസുലിൻ, പെൻസിലിൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും അവരുടെ ഒരു സാമ്പിൾ ദേ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ FDA. അങ്ങനെയും കൂടി ഒരു റൂൾ വന്നത് ഇതിന് ശേഷമാണ്. ഈ 1940 ട്രാജഡിക്ക് ശേഷമാണ് ഇങ്ങനെയും കൂടി ഒരു റൂൾ വന്നിട്ടുള്ളത്. ഇൻസുലിന്റെയും അതുപോലെ തന്നെ പെൻസിലിന്റെയും
മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത് ഓരോ ബാച്ചിലും മാനുഫാക്ചർ ചെയ്യുന്ന സാമ്പിളിന്റെ ഒരു സാമ്പിൾ നിർബന്ധമായിട്ടും FDA സബ്മിറ്റ് ചെയ്തോണം. റിപ്പോർട്ട് മാത്രം പോരാ, ഈ സാമ്പിളും കൂടി FDA സബ്മിറ്റ് ചെയ്യണം എന്നുള്ള റെഗുലേഷനും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ 1955 അടുത്ത ഒരു പ്രോബ്ലം വരുന്നത്. അത് പോളിയോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പോളിയോ വാക്സിനേഷന്റെ മാസ് ഡ്രൈവ് നടക്കുന്ന സമയത്ത് സാൾട്ട് പോളിയോ വാക്സിൻ മെയ്ഡ് ബൈ ഖത്തർ ലബോറട്ടറീസ് അവര് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഈ ഒരു പോളിയോ വാക്സിൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് കുറേയധികം ചിൽഡ്രൻസിന് പോളിയോ എന്ന് പറയുന്ന ഡിസീസ് തന്നെ വന്നു. Okay, so after further investigation, it was found that the inactivation stage of polio vaccine was not successful. It was a failure. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്നത് പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് കൊടുത്ത സമയത്ത് ആ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള കുറെ കുട്ടികൾക്ക് വാക്സിൻ ഉണ്ടായതിന്റെ പേരിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അതില് ആ പറയുന്ന വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ഫെയിലിയർ ആയതിന്റെ പേരിലാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത്. അപ്പൊ അഗെയിൻ ഇതൊക്കെ ഇന്റർനാഷണലി കുറേയധികം ചർച്ചകൾക്കും കുറേയധികം ഡിബേറ്റ്സിനും ലീഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വാക്സിൻസിനും അതിൻ്റെതായിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നൗ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രാജഡി ഇൻ ഫാർമ ഇൻഡസ്ട്രി ഈസ് താലിഡോമൈഡ്. ഓക്കെ, താലിഡോമൈഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് താലിഡോമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? താലിഡോമൈഡ് ഫോക്കോമീലിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് അതിന്റെ പ്രോബ്ലം വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത് താലിഡോമൈഡ് എന്ന് പറയുന്ന ആക്ച്വലി ദാറ്റ് വാസ് 1957 ആദ്യമായിട്ട് താലിഡോമൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നോൺ ബാർബിച്ചുറേറ്റ് ആന്റി കൺവൾസന്റ് ആയിട്ടാണ് അതിനെ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ആക്ച്വലി അതൊരു ആന്റി കൺവൾസന്റ് ആണ്, അതായത് എപ്പിലെപ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആയിട്ടാണ്, നോൺ ബാർബിച്ചുറേറ്റ് ക്ലാസിഫിക്കേഷനിലുള്ള ഒരു ആന്റി കൺവൾസന്റ് ഡ്രഗ് ആയിട്ടാണ് താലിഡോമൈഡ് ഇത്. ഫർദർ അതിന്റെ ക്ലിനിക്കൽ ട്രയൽ ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് ഒരു നോൺ ബാർബിച്ചുറേറ്റ് ആന്റി കൺവൾസന്റ് ആയിട്ടാണ്. അതിന് സെഡേറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. ചെറുതായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ കാം ചെയ്യാനും ചെറുതായിട്ട് ആളെ ഉറക്കാനും ഒക്കെയുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ട്രാങ്കുലൈസർ ആയിട്ടാണ് അത് മാനുഫാക്ചറർ അത് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ അങ്ങനെ സെയിൽ ചെയ്ത് അതിന്റെ ഏറ്റവും വലിയൊരു പരസ്യം എന്ന് പറയുന്നത് അതിന്റെ LD50 ഒരു ഹയർ വാല്യൂ ആണ്. അപ്പോൾ എത്ര ഡോസിൽ കൊടുത്തു കഴിഞ്ഞാലും പേഷ്യന്റിന് ടോക്സിസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ആ കമ്പനിയുടെ ഒരു ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, LD50 ലീതൽ ഡോസ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അതിന്റെ കോംപ്ലിക്കേഷൻ സേഫ് ആയിട്ടുള്ള മദർ ആൻഡ് ചിൽഡ്രൻസിലൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണെന്നുള്ള ക്ലെയിമോട് കൂടിയിട്ടാണ് അത് മാർക്കറ്റിൽ വന്നത്. അങ്ങനെ ഏകദേശം 46 കൺട്രീസിൽ അക്രോസ് ദ വേൾഡ് അത് മാർക്കറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് 1960 മക്ബ്രൈഡ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഓബ്സ്ട്രക്ടറിക്സ് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയാം, അവരാണ് ആദ്യമായിട്ട് ഇതിന് വേറൊരു എഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. മോർണിംഗ് സിക്നസ് എന്ന് പറയുന്ന പ്രോബ്ലം, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് ഉണ്ടാവുന്ന നോസിയ ടെൻഡൻസി, ഈ ഒരു ടെൻഡൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ എബിലിറ്റി ഇതുണ്ട് എന്നുള്ളതിന്റെ കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഡാറ്റ ഗിവൺ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മൗത്ത് പബ്ലിസിറ്റി, ഈ ഒരു ഒബ്സ്ട്രക്റ്റിക് അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി ഓഫ് ലാബൽ യൂസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, മോർണിംഗ് സിക്നസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രഗ് താലിഡോമൈഡ് എന്ന് പറയുന്ന ഈ പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അടുത്ത ഒരു ജനറേഷൻ വരുന്ന സമയത്ത് 1961 ആവുന്ന സമയത്തോടും സിവിയർ ആയിട്ടുള്ള ഫോക്കോമീലിയ എന്ന് പറയുന്ന കണ്ടീഷൻസുകൾ, അതായത് ബേബി വിത്ത് നോ ലിംസ് അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ഡോട്ട് ഫ്ലിപ്പർ ലൈക്ക് ലിംസ്, ഇങ്ങനെയൊക്കെയുള്ള ഏകദേശം 161 ബേബീസ് ഒക്കെയാണ് ഇത്രത്തോളം പ്രോബ്ലംസുകൾ ഉണ്ടാവുന്ന രീതിയിലുള്ള കണ്ടീഷൻസിലോട്ട് വന്നത്. ഓക്കെ, ലിംബ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്ത രീതിയിലുള്ള സ്ട്രക്ചേഴ്സിലോട്ടൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് ഫോക്കോമീലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് USD കുറച്ചും കൂടി റിഗറസ് ആയിട്ടുള്ള റെഗുലേഷൻസുകളൊക്കെ ഫൈനലി കൊണ്ടുവന്നത്. USFDA ഫൈനലി നമുക്കൊരു GMP എന്ന് പറയുന്ന സാധനമൊക്കെ വന്നത് ഇതിന് ശേഷമാണ്, ഈ താലിഡോമൈഡ് എന്ന് പറയുന്ന ട്രാജഡി ഉണ്ടായതിനു ശേഷമാണ്. അപ്പോൾ കുറച്ചും കൂടി റിഗ്രസ് ആയിട്ടുള്ള ഡ്രഗ് അപ്രൂവൽ പ്രോസസ്സും ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ USFDA ഡെവലപ്പ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കമ്പനി ഹാസ് നൗ റിക്വയർ ബോത്ത് ദ ടെസ്റ്റ് എഫിക്കസി ആസ് വെൽ ആസ് സേഫ്റ്റി. ഇത്രയും കാലം
ഡ്രഗിന്റെ എഫിക്കസി മാത്രം പ്രൂവ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റേജിന് ശേഷം USFDA എന്ത് പറഞ്ഞു, എഫിക്കസി മാത്രം പ്രൂവ് ചെയ്താൽ പോരാ, സേഫ്റ്റിയും കൂടി പ്രൂവ് ചെയ്തിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡ്രഗ് അപ്രൂവൽ പ്രോസസ്സ് സ്മൂത്തൻ ആവുള്ളൂ. ആൻഡ് ആൾസോ ഡ്രഗ് ഹാസ് ടു ബി ടെസ്റ്റഡ് ഇൻ അനിമൽ ബിഫോർ വിച്ച് ഈസ് ട്രൈയിങ് ഇൻ ടു ഹ്യൂമൻ. ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും അത് അനിമൽസിൽ സബ്ജക്ട്സിൽ അതിന്റെ സ്റ്റഡി നടത്തിയിട്ടുണ്ടാവണം. അതുപോലെ ക്ലിനിക്കൽ ട്രയൽ റെഗുലേഷൻ ആൾസോ ബിക്കം സ്ട്രിഞ്ചന്റ്. അങ്ങനെ ആർക്കും എപ്പോ വേണമെങ്കിലും പോയിട്ട് ഹ്യൂമൻ സബ്ജക്റ്റിലൊന്നും സ്റ്റഡി നടത്താൻ പറ്റില്ല. അതിന് ശേഷമാണ് IND അപ്ലിക്കേഷൻ പോലെയുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റെഗുലേഷൻസുകളൊക്കെ വരുന്നത്. ഓക്കെ, 1963 ആദ്യമായിട്ട് GMP സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആദ്യമായിട്ട് USFDA പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ അതിപ്പോ മാറിയിട്ട് കറണ്ട് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, വിച്ച് വിൽ എൻഷുർ ദ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിക്കസി ഓഫ് ദ പ്രൊഡക്റ്റ്. ആൻഡ് എവറി കൺട്രി ഇതിന് ശേഷമാണ്, ഈ ഒരു പ്രോസസ്സിന് ശേഷമാണ് എല്ലാ കൺട്രിയിലും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവാനും കംപ്ലീറ്റ് ഇന്റർനാഷണലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനിലുള്ള റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവൽ കിട്ടണം എന്നുള്ള ലോസുകളൊക്കെ വരുന്നത് ഈ ഒരു സമയത്തിന് ശേഷമാണ്. ഓക്കെ, അപ്പോ ദെൻ അതിനുശേഷം ഇപ്പൊ ഇത്രയും പറഞ്ഞ സാധനങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ഏകദേശം 1902 മുതലുള്ള ട്രാജഡീസുകൾ ഉണ്ട്. ആദ്യം വന്നത് ആന്റി ടോക്സിൻസ് ഓഫ് ഡിഫ്തീരിയ, അതുവഴി ഉണ്ടായിരുന്ന ബയോളജിക്കൽ കൺട്രോൾ ആക്ട് വന്നു. ദെൻ ഫുഡ് ആൻഡ് പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ് ആക്ട് വന്നു, USFDA എസ്റ്റാബ്ലിഷ് ചെയ്തു 1906. 1935 സൾഫണമൈഡ് എലിക്സർ ട്രാജഡി വന്നിട്ടുണ്ടായിരുന്നു. ദെൻ 1938 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് വന്നു. Then sulfa-thiazole tablets contaminated with sedative phenobarbital in 1941. അതിനുശേഷം പബ്ലിക് ഹെൽത്ത് സർവീസ് ആക്ട് വന്നു. ദെൻ മാസ് പോളിയോ വാക്സിൻസിന് കൊടുത്ത സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലം 1957. ദെൻ താലിഡോമൈഡ് വന്നു. താലിഡോമൈഡ് വന്നതിന് ശേഷമാണ് 1963 ഏകദേശം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് GMP വന്നത്. അപ്പൊ ഇതെല്ലാം കൂടിയാണ്, ഈ ഒരു ട്രാജഡീസുകളെല്ലാം കൂടിയാണ് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ലോസിലോട്ടൊക്കെ ഫാർമ സെക്ടർ കടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അല്ലാതെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് നേരിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതല്ല. കുറെ അധികം മിസ്റ്റേക്സുകൾ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന സംഗതികളൊക്കെ സ്ട്രിഞ്ചന്റ് ആവാൻ തുടങ്ങിയത്, കുറെ അധികം ലോസുകളൊക്കെ വന്നത്. ഇപ്പോ ഒരു ICH എന്ന് പറയും, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമോണൈസേഷൻ. ഇറ്റ്സ് ആൻ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു കൗൺസിലാണ്. കുറെ അധികം കൺട്രീസുകളൊക്കെ ഉള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ICH ഗൈഡ് ലൈൻസ് പ്രകാരം ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയും, MAA എന്ന് പറയുന്ന സാധനമാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോ ഒരു ഇന്റർനാഷണലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ഇന്റർനാഷണലി രീതിയിലാണ് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൺട്രിയിലും ഒരുപോലെ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ സമയത്ത് ഏറെക്കുറെ ഇതേ സമയത്തൊക്കെ ഇന്ത്യയിലും ഫാർമ സെക്ടറിൽ കുറെ അധികം ലോസുകളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ജൂറിസ് പ്രൊഡക്ട്സിൽ പഠിച്ചിട്ടുണ്ടാവും. 1930 പോയിസണസ് ആക്ട്. ഓക്കെ, പോയിസണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും സെയിൽ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അതിനുള്ള ഒരു ആക്ട് ആയിരുന്നു ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ള. DNC ആക്ട് ഒക്കെ വരുന്നതിന് മുമ്പുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത്. അപ്പോ അന്ന് പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു. അത് അഡ്മിനിസ്റ്റർ ചെയ്യാനോ അത് പാടില്ല എന്നുള്ള അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ദെൻ ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് 1938 ഇംപ്ലിമെന്റ് ചെയ്തു. കൾട്ടിവേഷൻ, മാനുഫാക്ചറിങ്, പൊസഷൻ ഓഫ് ട്രേഡ് ഓഫ് ഒപ്പിയം പോലെയുള്ള ഹാലൂസിനേജിങ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അഡിക്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പോലെയുള്ള ഡേഞ്ചറസ് ഡ്രഗിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതിന്റെ കൾട്ടിവേഷനും മാനുഫാക്ചറിങ്ങും പൊസഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേഷൻ ആണ് ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് എന്ന് പറയുന്നത്. നാർക്കോട്ടിക് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, അത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അതിന് ഈ പറയുന്ന ഡേഞ്ചറസ് ആക്ടിനെ ഒന്നും റിവോക്ക് ചെയ്തിട്ട് ഒപിയം ആക്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 അത് വന്നിട്ടുള്ളത്. കുറെ അധികം റെഗുലേഷൻസുകൾ വന്നു. ദെൻ ഇന്ത്യൻ സെനാരിയോയിൽ 1940 DNC ആക്ട് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ മാത്രമേ ഒരു മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും എന്ത് സാധനവും ഇമ്പോർട്ടൊക്കെ പാടുള്ളൂ എന്നുള്ള റൂൾ വന്നത്.
അതുവരെ ആർക്കും ഇത് മാനുഫാക്ചർ ചെയ്യാം, ജസ്റ്റ് ലൈക്ക് ഒരു തൊഴിൽ വ്യവസായം പോലെ തന്നെ ആർക്ക് വേണമെങ്കിലും കമ്പനി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ആ ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ വന്നത് DNC ആക്ടിന് ശേഷമാണ്. ഓക്കെ, ഒന്നൊക്കെ ബാച്ചിലർ ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഡിപ്ലോമ വിത്ത് സ്പെസിഫിക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതൊക്കെ. ദെൻ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ വന്നു 1945. ദെൻ ഫാർമസി ആക്ട് വന്നു. ഫാർമസി ആക്ടിന് ശേഷമാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഓക്കെ, അപ്പോ ഈ ഫാർമസി ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് കോഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്തതും ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതും ഫാർമസി പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. ഇത്ര അവർ ഓഫ് പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ടുള്ള സിലബസ്, ഇത്ര സിലബസ് അല്ലെങ്കിൽ ഇത്ര ടോപ്പിക്സുകൾ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ളത് ഫാർമസി ആക്ടിന് ശേഷമാണ്. ദെൻ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻക്യൂർ ആയിട്ടുള്ള കണ്ടീഷൻസിനെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ള ക്ലെയിമോട് കൂടിയിട്ട് ഒരു സാധനങ്ങളും സെയിൽ ചെയ്യാൻ പാടില്ല. മാജിക് റെമഡി അത് രണ്ടർത്ഥത്തിലാണ് അതിനെ നമ്മൾ എടുക്കേണ്ടത്. ഒന്ന്, മന്ത്രവാദം പോലെയുള്ള സാധനങ്ങൾ പാടില്ല എന്നുണ്ട്. ഇനി രണ്ടാമത്തത്, ജസ്റ്റ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെ പല കണ്ടീഷൻസിലും ഒരിക്കലും അതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയുന്ന പല കണ്ടീഷൻസിനും സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കേണ്ട സാധനത്തിനെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ക്ലെയിമോട് കൂടിയിട്ട് സെയിൽ ചെയ്യാൻ പാടില്ല. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടാണ് ഈ പറയുന്ന ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് എന്ന് പറയുന്നത്. ഒബ്ജക്ഷണൽ അഡ്വർടൈസ്മെന്റ് പാടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അതിനുശേഷം പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞ 1955 വന്നിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ 1960 to 1970 വരുന്ന സമയത്ത് ഇന്ത്യയിൽ കാര്യമായിട്ട് ഫാർമ ഇൻഡസ്ട്രികളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം മൾട്ടിനാഷണൽ കമ്പനീസുകളായിരുന്നു. ലൈക്ക് US അല്ലെങ്കിൽ ബ്രിട്ടൻ പോലെയുള്ള കമ്പനീസിന്റെ പ്രൊഡക്റ്റുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് റിസർച്ചുകളൊന്നും കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നില്ല. കാരണം ലോ അവൈലബിലിറ്റി ആസ് വെൽ ആസ് ഹൈ ഡ്രഗ് പ്രൈസ് ഉണ്ടായിരുന്ന കാരണം ഈ ഒരു സമയത്തൊന്നും ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള ഫാർമ ഇൻഡസ്ട്രിയിലുള്ള റിസർച്ചുകളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ദെൻ അതിനുശേഷമാണ് ഈ പാറ്റന്റ് ആക്ടും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ ശേഷമാണ് റിസർച്ചുകളൊക്കെ കൂടുതൽ വരാൻ തുടങ്ങുന്നത്. പ്രൊഡക്റ്റ് പാറ്റന്റ് 1970, അതുപോലെ തന്നെ ഡ്രഗ് പ്രൈസ് കൺട്രോൾ ചെയ്തു. ദെൻ 1980 to 1990 APIന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ 1990 തൊട്ട് 2000 വരെ ആ ഒരു സമയത്താണ് ഫാർമ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ കൂടുതലായിട്ട് റിസർച്ചും അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ നടക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് 1990 to 2000 വരെയാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു സ്റ്റേജ് 2000 to 2010 ഇന്നോവേഷൻ എറ. ലോകത്ത് ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുന്ന അതേപോലെ തന്നെ റിസർച്ചുകളൊക്കെ കാര്യമായിട്ട് ഇന്ത്യയിൽ നടക്കാൻ തുടങ്ങിയതും അതിന്റെ ഭാഗമായിട്ട് പാറ്റന്റ് ആക്ടിൽ ഒരു അമെന്റ്മെന്റ് ഒക്കെ വന്നു. 2005 ഒരു അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ട് പ്രൊഡക്റ്റിന് ആദ്യ സമയത്തിൽ പ്രൊഡക്റ്റിന് പാറ്റന്റ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നു പാറ്റന്റ് ആക്ടിന്റെ റൂൾ റെഗുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് മാറ്റി പ്രൊഡക്റ്റിനും പാറ്റന്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ട് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ 2000 to 2010 കമ്പൽസറി ലൈസൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. മാനുഫാക്ചറിങ്ങിനും എക്സ്പോർട്ടിനൊക്കെ മാനുഫാക്ചറിങ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം കുറെ അമെന്റ്മെന്റുകൾ, ഓൾറെഡി ഉള്ള ലോസിൽ കുറെ അധികം അമെന്റ്മെന്റ്സുകൾ വന്നു. DNC ആക്ട് 2011 അതിന്റെ ഫസ്റ്റ് അമെന്റ്മെന്റ് വന്നു. അതുപോലെ തന്നെ ക്ലിനിക്കൽ രജിസ്ട്രി ഓഫ് ഇന്ത്യ, CTRI എന്ന് പറയും. ICMR നിർബന്ധമായിട്ടും ഈ പറയുന്ന രജിസ്ട്രിയിൽ IND അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ IND അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലിനിക്കൽ ട്രയൽ നടക്കുന്ന സാധനത്തിന് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള റൂള് കൊണ്ടുവന്നത് ഈ ഒരു ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യ വന്നതിന് ശേഷമാണ്. ദെൻ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ, PVPI എന്ന് പറയും, CDSCO ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്ട്സുകൾ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫാർമക്കോ വിജിലൻസിന്റെ ഭാഗമായിട്ട് സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്നുള്ളതായിരുന്നു അതിന്റെ ലോ വന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഫാർമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഈ ലോസുകളൊക്കെ ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് അതോറിറ്റിയാണ്. ആ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ അതോറിറ്റിനെയാണ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി അങ്ങോട്ട് പറയുന്ന സമയത്ത് രണ്ട് സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് റെഗുലേറ്ററി അതോറിറ്റി, രണ്ട് റെഗുലേറ്ററി അഫയർ. ഇത് തമ്മിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. ഇത്രയധികം ലോസുകളൊക്കെ വന്നു. ഈ ലോസുകൾ വന്നത് എങ്ങനെയാണ്? അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്?
അതാണ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. ഗവൺമെന്റ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് അതോറിറ്റീസുകളാണ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. അതിന് ഫാർമ ഇൻഡസ്ട്രിക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് കമ്പയൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കമ്പയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ് റെഗുലേറ്ററി അഫെയർ എന്ന് പറയുന്നത്. Okay, so let's start with the regulatory affair definition. So this is an dynamic and challenging profession. ആ ടേമുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈനാമിക് ആൻഡ് ചാലഞ്ചിങ് പ്രൊഫഷൻ. വൈ ഡൈനാമിക്? ഈ ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്ന സാധനമാണ്. കാലങ്ങൾക്ക് അനുസരിച്ച് അതിൽ അമെന്റ്മെന്റുകൾ വരും, അതിലുള്ള റൂൾസുകൾ മാറ്റങ്ങൾ വരും, ആക്ടിൽ മാറ്റങ്ങൾ വരും. അപ്പൊ അതിനനുസരിച്ച് മാറാൻ പറ്റുന്ന, അതിനനുസരിച്ച് ചാലഞ്ച് വരുന്ന ഒരു പ്രൊഫഷനാണ്. വിച്ച് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ഡിസയർ ഓഫ് ഗവൺമെന്റ്. വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. ഗവൺമെന്റ് കുറെ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്ന സമയത്ത് അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കമ്പനികൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ആൻഡ് ദീസ് പ്രൊഫഷൻ വിൽ ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആൻഡ് റെഗുലേറ്ററി ഏജൻസി ഓർ റെഗുലേറ്ററി അതോറിറ്റി. അതാത് രാജ്യത്തുള്ള റെഗുലേറ്ററി അതോറിറ്റി ആരാണ്? US-ലാണെങ്കിൽ USFDA എന്ന് പറഞ്ഞു, ഇന്ത്യയിലാണെങ്കിൽ CDSCO എന്ന് പറഞ്ഞു. ഇതുപോലുള്ള റെഗുലേറ്ററി അതോറിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇന്റർഫേസ് ആണ്. അതല്ലാതെ കമ്പനിയുടെ CEO നേരിട്ട് പോയിട്ടല്ല FDA അടുത്തിട്ട് പോകുന്നത്. ആ കമ്പനിയിലുള്ള റെഗുലേറ്ററി അഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങോട്ട് പോകുന്നത്, ഈ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. So, in order to ensure the public health by controlling the safety and efficacy of the product. ഇവരുടെ മെയിൻ പർപ്പസ് എന്താണ്? ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ സേഫ് ആണ്, എഫിക്കസ് ആണ് എന്ന് എൻഷുർ ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് ഇത് മാർക്കറ്റിലോട്ട് എത്തുന്ന സമയത്തും അത് പബ്ലിക്കിന്റെ ഹെൽത്തിന് പ്രത്യേകിച്ച് പ്രോബ്ലംസുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. Now, ഏതൊക്കെ ഏരിയയിലാണ് റെഗുലേറ്ററി അഫെയർ ഉള്ളത്? ഫാർമ ഇൻഡസ്ട്രിയിൽ മാത്രമാണോ? അല്ല. ഫാർമ ഇൻഡസ്ട്രിയിലുണ്ട്, വെറ്റിനറി മെഡിസിൻസിലുണ്ട്, മെഡിക്കൽ ഡിവൈസസിലുണ്ട്, പെസ്റ്റിസൈഡ്സ്, അഗ്രോ കെമിക്കൽ, കോസ്മെറ്റിക്സ് ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ. ഇത്രയും സെക്ഷനിൽ വരുന്ന ഒരു ഡൈനാമിക് ആൻഡ് ചാലഞ്ചിങ് പ്രൊഫഷനാണ് റെഗുലേറ്ററി അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത് ലോ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ആ ലോ ഉണ്ടാക്കുന്ന ആൾക്കാരും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് റെഗുലേറ്ററി അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഗവൺമെന്റ് അതോറിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ. എന്തൊക്കെയാണ് റോൾസ് ഓഫ് റെഗുലേറ്ററി അഫെയർ ഡിപ്പാർട്ട്മെന്റ്? ഇതാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സാധനം. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലേറ്ററി അഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ കാണാം. അപ്പൊ ആദ്യം തന്നെ ഡെഫിനിഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഇറ്റ്സ് ആൻ ഡൈനാമിക് ആൻഡ് ചാലഞ്ചിങ് പ്രൊഫഷൻ which is developed from the desire of the government and which will act as an interface between the pharma company as well as regulatory authority or agency in order to ensure the public health by controlling the safety and efficacy of the product in the area of pharmaceuticals, veterinary medicine, medical devices, pesticide, agrochemical, cosmetics and complementary medicine. Now coming to the roles of regulatory affair department. സോ റെഗുലേറ്ററി അഫെയർ ഇപ്പോ കറന്റ്ലി റെഗുലേറ്ററി അഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംഫാം ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അത് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ഈ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ആ പ്രൊഫഷന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് ടു ഹാവ് ആൻ അപ് ടു ഡേറ്റ് നോളേജ് ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ ജൂറിസ്ഡിക്ഷൻ. എവിടെയാണോ അവർ വർക്ക് ചെയ്യുന്ന ഏരിയ അവിടെയുള്ള പ്രസന്റ് ആയിട്ടുള്ള ഫാർമ ഇൻഡസ്ട്രിയിലുള്ള റെഗുലേഷൻസുകൾ എന്തൊക്കെയാണെന്ന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളേജ് ഉള്ള ആളായിരിക്കണം. സോ they have to act as an interface between the pharma industry and regulatory authority. That is the first role of regulatory affair department. അവർക്ക് മാത്രമാണ് അതിനുള്ള ബാധ്യത ഉള്ളത്. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, R&D ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്, ഫോർമുലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളെങ്കിൽ കൂടി ഇവരുടെ പണിയാണ് അവർക്ക് അൾട്ടിമേറ്റ്ലി അവരുടെ റിസർച്ച് ഔട്ട്പുട്ട് റെഗുലേറ്ററി അതോറിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദേ ആർ ദ പേഴ്സൺ ഹു ഈസ് ഇൻവോൾവ് ഇൻ ദ രജിസ്ട്രേഷൻ ഓഫ് ദ ഡ്രഗ് പ്രോഡക്റ്റ് ഇൻ ദ റെസ്പെക്റ്റീവ് കൺട്രി പ്രിയർ ടു ദെയർ മാർക്കറ്റിംഗ്. സോ IND അപ്ലിക്കേഷൻ, NDA അപ്ലിക്കേഷൻ ആര് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? റെഗുലേറ്ററി അഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കാൻ പോകുന്നത്.
because they are the interface between the company as well as the regulatory authority. അപ്പൊ ഇവരുടെ ഡ്യൂട്ടിയാണ് ഇപ്പോഴത്തെ റെഗുലേഷൻ അനുസരിച്ച് അതിന്റെ പ്രോസസ്സുകൾ അപ്ലിക്കേഷനുകൾ ഫയൽ ചെയ്യുക എന്നുള്ളത്. So they are involved in the registration of the product in respective country. So they are the first point of contact between the Ministry of Health, government department as well as the company. അപ്പോ റെഗുലേറ്ററി അതോറിറ്റിക്ക് മാത്രമുള്ള കോണ്ടാക്ട് പോയിന്റ് അല്ല, ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കോണ്ടാക്ട് പോയിന്റും. കാരണം ഇൻ കേസ് ഇവരുടെ പ്രൊഡക്റ്റ് ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡ്വേഴ്സ് റിയാക്ഷൻസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ കോണ്ടാക്ട് ദിസ് റെഗുലേറ്ററി അഫയർ പേഴ്സൺസ്. ആൻഡ് the pharmaceutical business is being regulated by the regulatory affair through designing appropriate law and enforcing same to attain through. So, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അവര് മാനുഫാക്ചർ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഫോർ ദെയർ പ്രോഫിറ്റ് അല്ലാതെ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോ അവർക്ക് അവരുടെ ബിസിനസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഗീവ് സം കൈൻഡ് ഓഫ് സർവീസസ്. ഒരാളുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ്. So if they want to extend their market into the international market, like global market ലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ they have to get the knowledge about the international standards of the same product അല്ലെങ്കിൽ സെയിം കോമ്പറ്റീറ്റർ. അവരുടെ കോമ്പറ്റീറ്റർ ആരൊക്കെയാണോ അവര് കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, ആ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് കിട്ടാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി അഫയർ കുറെ അധികം അപ്രോപ്രിയേറ്റ് ലോസ് വെച്ച് റെഗുലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ആ ലോ ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് വേണം ഈ പറയുന്ന സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരുടെ പണിയാണ് റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ അഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ പണിയാണ് ഗ്ലോബൽ മാർക്കറ്റിലെ സ്റ്റാൻഡേർഡ്സുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സ്. ഇവിടുന്നാണ് നമ്മൾ ബാക്കിലോട്ട് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. ആ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അവർ ക്വാളിറ്റി അഷുറൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയിട്ട് അവരുടെ റിസർച്ച് മുതൽ മാനുഫാക്ചറിങ് മാർക്കറ്റ് വരെയുള്ള കാര്യങ്ങളിൽ അവരുടെ ക്വാളിറ്റി ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എൻഷുർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത്, സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ലോ ഉള്ളത്, എന്തൊക്കെയാണ് റെഗുലേഷൻസുകൾ ഉള്ളത്, അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, കമ്പനി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നൗ അനദർ റോൾ ടു ബ്രിങ് ദ ന്യൂ ഡ്രഗ് ഇൻ ടു ദ മാർക്കറ്റ്. അപ്പോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയ റിസർച്ച് ഒക്കെ കണ്ട് പുതിയ മോളിക്യൂൾ കണ്ടെത്തും. F&D ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ ഒരു ഫോർമുല കണ്ടെത്തും. ദെൻ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പിൽ അത് പൈലറ്റ് ചെയ്ത് ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിലോട്ട് അതിന്റെ ഫോർമുല ഒക്കെ കണ്ടെത്തിയതിന് ശേഷം ക്ലിനിക്കൽ ട്രയൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് സേഫ് ആണ്, എഫിക്കസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സ് മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റിലോട്ട് എത്തിക്കാനുള്ള റെഗുലേറ്ററി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ആരാണ്? റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. Then they will play the crucial role in each phase of drug development and post-marketing activities. അപ്പോ തുടക്കം മുതൽ റിസർച്ച് മുതൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി, ക്ലിനിക്കൽ സ്റ്റഡി, അതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷന്, ആ കിട്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷന്റെ കംപ്ലൈൻസ് എൻഷുർ ചെയ്യുക എന്നുള്ളത്, ഫൈനലി മാർക്കറ്റിൽ എത്തിയതിനു ശേഷം പോസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, പോസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഫാർമക്കോ വിജിലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, then next role is accumulate all the data pertaining to the drug discovery and development stage and the use the same for the purpose of registration and marketing of the drug. ഇപ്പോ റെഗുലേറ്ററി അഫയർ ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 12 to 15 വർഷം കൊണ്ടുള്ള ഒരു എഫേർട്ടാണ് ഒരു ഡ്രഗ് മാർക്കറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള നല്ല ധാരണ ആർക്കുണ്ടാവണം? റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. കാരണം ഇഫ് ദേ ആർ പാറ്റന്റഡ്, ആ പാറ്റന്റിനനുസരിച്ചിട്ട് വേണം ഈ പറയുന്ന സാധനങ്ങൾ അവർ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ. ഡിമാൻഡിനനുസരിച്ച്, മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് സാധനങ്ങൾ എത്തിക്കാനുള്ള രീതിയിൽ ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ എല്ലാ സ്റ്റേജിനെ കൺട്രോൾ ചെയ്യുന്ന, അവരുടെ എല്ലാ പ്രോസസ്സിനെയും മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ്
to abide the array strict and guidelines throughout the drug development process to ensure the drug and efficacy of drug in human. അപ്പോ ഈ ഒരു റിസർച്ച് മുതൽ മാർക്കറ്റിൽ എത്തുന്നതിന്റെ ഇടയിലുള്ള എല്ലാ പ്രോസസ്സിലും അത് സേഫ് ആണ്, എഫിക്കസ് ആണെന്ന് എൻഷുർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ്? ക്വാളിറ്റി അഫയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്വാളിറ്റി അഷൂറൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പഠിച്ചതാണ്. ക്വാളിറ്റി അഫയർ ഡിപ്പാർട്ട്മെന്റ് എൻഷുർ ചെയ്യുന്ന പോളിസീസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി അഷൂറൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് അവരുടെ പ്രോസസ്സിൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ക്വാളിറ്റി അഷൂറൻസിന് പോളിസികൾ ഉണ്ടാക്കുന്നത് ആരാണ്? ക്വാളിറ്റി അഫയർ ഡിപ്പാർട്ട്മെന്റ്സുകളാണ്. Then take part in the drug development, marketing concept and crucial requirement to the approve the packaging and advertising. ഇവിടെയും തീർന്നിട്ടില്ല. ഫൈനലി മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് കുറേയധികം റെഗുലേഷൻസുകൾ വീണ്ടും പറഞ്ഞു. പ്രത്യേകിച്ച് മാജിക് റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞു, ഒബ്ജക്ഷണൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ ലാബൽ എങ്ങനെയായിരിക്കണം, അതിനെങ്ങനെ അഡ്വർടൈസ് ചെയ്യണം, അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അതിന് കൊമേഴ്ഷ്യലി എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ റോൾസ് ഓഫ് റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ്. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ്? ഈ റോളും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റോളും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, റോൾ എന്ന് പറയുന്നത് കമ്പനി അസൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ആ അസൈൻ ചെയ്ത സാധനത്തില് ആ ഇൻഡിവിജ്വൽ എടുക്കേണ്ട കുറെ അധികം എഫേർട്ടുകൾ അല്ലെങ്കിൽ കുറെ അധികം കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ പറയാം. സോ ദേ ഹാവ് ടു എൻഷുർ ദാറ്റ് കമ്പനി ആർ കംപ്ലൈനിങ് വിത്ത് ദ സിസ്റ്റം, പോളിസീസ് ആൻഡ് ലോ പെർട്ടൈനിങ് ടു ദെയർ ബിസിനസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. വെറുതെ ഫോർ ദ നെയിം സേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കരുത്, അതാണ് ആദ്യത്തെ കാര്യം. പേപ്പറിൽ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഡാറ്റ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്തൊക്കെ ലോസുകളാണോ പോളിസീസുകളാണോ അതൊക്കെ പേപ്പറിനേക്കാളും കൂടുതൽ ആ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ആണ്. ടു കീപ് ആൻ ഐ ഓൺ എവർ ചേഞ്ചിങ് ലെജിസ്ലേഷൻ പ്രോസസ് ഓഫ് ഓൾ ദ കൺട്രീസ്. പറഞ്ഞു ഡൈനാമിക് പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഓരോ ട്രാജഡീസുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ലോ പിന്നെയും സ്ട്രിഞ്ചന്റ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്ത പോലെ ആയിരിക്കില്ല നാളെ എനിക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ഒരു സാധനത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. Then advise their company on their various aspects of regulatory affair, particularly claimant that would propose the action. Like എവിടെയാണോ കൂടുതൽ ഡിമാൻഡ് വരുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് ബിസിനസ് എന്നുള്ളതും ചില സമയത്ത് ഡിമാൻഡ് എന്നുള്ളതും ചില സമയത്ത് എമർജൻസി എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് കമ്പനീനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. Then they have to work with the federal, state and local regulatory agency and staff. പലപ്പോഴും പല റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രോഗ്രാമുകളും നടക്കുന്നത്, അവരുടെ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നത് ഈ പറയുന്ന റെഗുലേറ്ററി അഫയർ പ്രൊഫഷണൽസിനെ വെച്ചിട്ടാണ്. ഇവർക്ക് കൂടുതൽ നോളജ് ഉണ്ടാവുന്ന സമയത്ത് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേഴ്സണൽസിനെയാണ് എടുക്കാറുള്ളത്. അഡ്വൈസ് ലീഗലി ആൻഡ് ടെക്നിക്കലി ഓൾ ദ സ്റ്റേജ് both help companies to save the lot of resources, time and money. Again, regulatory affair department ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് they are on the market. അവര് മാർക്കറ്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റെഗുലേഷൻസിലാണ്. അപ്പോ ഈ ഒരു സാധനം ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പനിയുടെ സിഇഒക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല ലോ മാറിയത്. അപ്പോ ഇവര് ഈ ഒരു സാധനം അറിയാതെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മണി സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ ലീഗൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതും റെഗുലേറ്ററി അഫയർ പ്രൊഫഷണൽസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സുകൾ, അപ്ലിക്കേഷൻ ഫോംസുകൾ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലേറ്ററി അഫയർ പ്രൊഫഷണൽസ്. സോ ദീസ് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ റെഗുലേറ്ററി അഫയർ പ്രൊഫഷണൽസ്. ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റണം, വെറുതെ എന്തെങ്കിലും തോന്നിയത് എഴുതി വെക്കരുത്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേയധികം പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റെഗുലേറ്ററി അഫയർ എന്താണെന്നുള്ളതും അതിന്റെ റോൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതും. ഓക്കെ, ഇനി എന്താണ് റെഗുലേറ്ററി അതോറിറ്റി? അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക് തീരും. So these are the governmental or semi-governmental body responsible for the enforcing the law and guidelines.
കുറേയധികം ലോസും ആക്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പറയുന്ന ലോസ് ആൻഡ് ആക്ട്സിനെ എൻഫോഴ്സ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റിയാണ് സെമി ഗവൺമെന്റൽ അല്ലെങ്കിൽ ഗവൺമെന്റൽ അതോറിറ്റിയാണ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൾസോ നോൺ ആസ് നാഷണൽ റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി എന്നും പറയാറുണ്ട്. DRA എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. Governmental agency or statutory body that will oversee and regulate the pharmaceutical sector. Usually, the law, rules, and regulations are framed by considering the global, regional, and national pharmaceutical trade, as well as the necessity of the drug based on the population of patients. പലപ്പോഴും പല ലോസുകൾ ഉണ്ടാക്കുന്നത് ആ നാഷണലോ ഗ്ലോബലോ ആയിട്ടുള്ള റിക്വയർമെന്റിനനുസരിച്ചിട്ടായിരിക്കാം, ചില സമയത്ത് ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കാം. ഇപ്പോ നമ്മൾ എന്തുകൊണ്ട് ഇത്രയൊക്കെ ലോസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ടും എന്തുകൊണ്ട് കോവിഡ് വാക്സിന് പെട്ടെന്ന് ഇറങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം അതായിരുന്നു, അതൊരു എമർജൻസി ആയിരുന്നു. ആ എമർജൻസിയുടെ സമയത്ത് എല്ലാ റെഗുലേറ്ററി അതോറിറ്റീസും അതിന്റെ എമർജൻസി കാരണം, അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന്റെ എഫക്ട് കാരണം, കൂടുതൽ പോപ്പുലേഷൻ ഓഫ് പേഷ്യൻസിലോട്ട് അത് എത്തിക്കണം എന്നുള്ള ഒരു എമർജൻസി കാരണമാണ് കുറേയധികം റെഗുലേറ്ററി റെഗുലേഷൻസുകൾ റിലാക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ അതൊരു ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എത്തുന്ന സമയത്ത് ICH ഗൈഡ് ലൈൻ പ്രകാരമാണ് അത് നടക്കുന്നത്. ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമണൈസേഷൻ, അത് ഗ്ലോബൽ നെറ്റ്വർക്ക് റെഗുലേറ്ററി എന്ന് പറയും. ഒരു ജൂറിസ്ഡിക്ഷനിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റിനേക്കാളും കൂടുതൽ മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മാർക്കറ്റ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെയിം NDA തന്നെയാണ്, പക്ഷെ ആ NDA എന്ന് പറയുന്ന സാധനത്തിന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലോട്ട് ആക്കി മാറ്റി എന്നുള്ളത് മാത്രമാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് MAA എന്നുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് റെഗുലേറ്ററി അതോറിറ്റി? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് പേരുകളാണ്. ഫസ്റ്റ് വൺ ഈസ് US FDA എന്നുള്ളത് തന്നെയാണ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CDS നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അടുത്ത യൂണിറ്റിൽ നമുക്ക് CDSനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്തായാലും ഇന്ത്യന്റെ റെഗുലേറ്ററി അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. യൂറോപ്യൻ യൂണിയനിൽ കോമൺ ആയിട്ടുള്ള എല്ലാ കൺട്രിയും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. യൂറോപ്യൻ കൺട്രീസിന്റെ കോമൺ ആയിട്ടുള്ള യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി EMA എന്ന് പറയും. യുണൈറ്റഡ് കിങ്ഡം മെഡിസിൻ ആൻഡ് ഹെൽത്ത് പ്രൊഡക്ട് റെഗുലേറ്ററി ഏജൻസി MHRA. സാധാരണഗതിയിൽ ഈ പറയുന്ന TGA തെറാപ്യൂട്ടിക് ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലും UK-ലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇക്വാലന്റ് എക്സാമുകളാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാർമസിസ്റ്റ് ആയിട്ട് ഈ പറയുന്ന സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെഗുലേറ്ററി അതോറിറ്റി പറയുന്ന സ്റ്റാൻഡേർഡിലുള്ള ഒരു എക്സാം പാസ്സാവണം. ഇവരാണ് എക്സാം നടത്തുന്ന ആൾക്കാർ, അവരുടെ പ്രൊഫഷനിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ. അപ്പോൾ അവർ പറയുന്ന റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ പാസ്സാവുക എന്നുള്ളതാണ്. അതിന്റെ കൂടെയാണ് ഈ പറയുന്ന സാധനങ്ങൾ പറയുന്നത്. ജപ്പാൻ ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ ഡിവൈസ് ഏജൻസി, ചൈന നാഷണൽ മെഡിക്കൽ പ്രൊഡക്ട് അഡ്മിനിസ്ട്രേഷൻ, ബ്രസീൽ നാഷണൽ ഹെൽത്ത് സർവൈലൻസ് ഏജൻസി. So these are the different drug regulatory authorities. Okay. ഇനി ഈ സെയിം സാധനത്തിന് തന്നെ നമുക്ക് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയാം. അപ്പോൾ അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് റെഗുലേഷൻ, ഇന്റർനാഷണൽ റെഗുലേറ്ററി അഫെയർ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കൺട്രിയുടെ റെഗുലേറ്ററി അതോറിറ്റിയാണ്. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കുറച്ച് സെമി റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവര് കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് അവർ ഫോളോ ചെയ്യുക. അപ്പൊ അതിനെയാണ് സെമി റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു റെഗുലേറ്ററി അതോറിറ്റി ബോഡി ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത സാധനത്തിനെല്ലാം കൂടിയാണ് നമ്മൾ സെമി റെഗുലേറ്റഡ് മാർക്കറ്റഡ് കൺട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റെഗുലേറ്ററി അതോറിറ്റീസ്? Enforcing the law and guidelines. So that is the first function. Then approving new drug application and clinical trial protocol. Inspecting the manufacturing facility of GMP compliances. Monitoring adverse drug reaction and product recall. Protect the public health safety. And update the regulatory framework to accommodate the new technology.
കാലം മാറുന്നതിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തും നമ്മൾ പഴയ ടെക്നോളജി വെച്ച് നടന്നാൽ പോരാ, അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് റെഗുലേറ്ററി അതോറിറ്റീസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഫൈനലി, ആസ് എൻ കൺക്ലൂഷൻ, you should have an idea about what is the difference between the regulatory affair and regulatory authority. റെഗുലേറ്ററി അഫെയർ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഫംഗ്ഷൻ ആണ്, ഒരു ഫാർമ ഇൻഡസ്ട്രിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്, വിച്ച് വിൽ റെസ്പോണ്ട് ടു ആൻഡ് വർക്ക് വിത്ത് ദ റെഗുലേറ്ററി അതോറിറ്റി. റെഗുലേറ്ററി അതോറിറ്റി ചോദിക്കുന്നതിന് ആൻസർ കൊടുക്കാനും അവരെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഫാർമ ഇൻഡസ്ട്രിയുടെ ഒരു ഇന്റേണൽ ഫംഗ്ഷൻ ആണ്. റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ബോഡിയാണ്. ദേ വിൽ ക്രിയേറ്റ് ആൻഡ് എൻഫോഴ്സ് ദ ലോ, റെഗുലേഷൻ. അവരാണ് ലോ ഉണ്ടാക്കുന്നത്, അത് എൻഫോഴ്സ് ചെയ്യുന്നത്. Then regulatory affair is an department inside an company. Regulatory authority എന്ന് പറഞ്ഞ ഗവൺമെന്റൽ അല്ലെങ്കിൽ സെമി ഗവൺമെന്റൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. Then they will ensure the complaints and prepare the regulatory submission. That is the function of regulatory affair department. They will enforce the law and evaluate the data and grant approval. That is the regulatory authority. For regulatory affair കൊടുക്കുന്ന IND application, അവർ കൊടുക്കുന്ന NDA അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് റെഗുലേറ്ററി അഫെയറിന്റെ പരിപാടിയാണ്. അതിന് അപ്രൂവൽ കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക എന്നുള്ളതും അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതും റെഗുലേറ്ററി അതോറിറ്റിയാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഒരാൾ കൊടുക്കാനുള്ളതാണ്, രണ്ടാമത് ആ കൊടുത്ത സാധനത്തിനെ ഇൻസ്പെക്ട് ചെയ്ത് അപ്രൂവൽ ആണോ അല്ലെങ്കിൽ നോൺ അപ്രൂവൽ ആണോ എന്ന് പറയാനുള്ള ആളാണ്. ഓക്കെ, ദെൻ ഇന്റേണൽ ടു ഫാർമ കമ്പനിയാണ്, ഇത് എക്സ്റ്റേണൽ ആണ്, ഇൻഡിപെൻഡന്റ് ടു ദ ഇൻഡസ്ട്രി. അത് സെമി ഗവൺമെന്റൽ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ആണ്, ദേ ഹാവ് ദെയർ ഓൺ പവർ. ഫാർമ ഇൻഡസ്ട്രിയിലുള്ള റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകിച്ച് ഒരു പവറും ഇല്ല. അതിന്റെ സിഇഒ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് ആക്ട് ചെയ്യാനേ ഉള്ളൂ. ബാക്കിയുള്ളത് അങ്ങനെയല്ല. അതോറിറ്റിക്ക് ഇൻഡിപെൻഡന്റ് ആണ്, അവർക്ക് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിനുള്ള ഒരു ഡിസിഷൻ പറയാൻ പറ്റും. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയും സബ്മിറ്റ് ദ അപ്ലിക്കേഷൻ ആൻഡ് റെസ്പോണ്ട് ടു ദ ക്വറീസ്, റിവ്യൂ അപ്ലിക്കേഷൻ, ഇൻസ്പെക്ട് ദ സൈറ്റ് ആൻഡ് എൻഫോഴ്സസ്, ആൻഡ് റെഗുലേറ്ററി സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഡോസിയർ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഫംഗ്ഷൻ. മാർക്കറ്റിംഗ് അപ്രൂവൽ കൊടുക്കുക, ലൈസൻസ് കൊടുക്കുക, സേഫ്റ്റിയിൽ അലർട്ട് കൊടുക്കുക, ഇതൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റീസിന്റെ ഫംഗ്ഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റെഗുലേറ്ററി അതോറിറ്റീസ് ആസ് വെൽ ആസ് റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ്. കുറേയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിനനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം.